പറയുന്നു നാടെങ്ങും അമ്പാടിയായി മാറി. അതിൻ്റെ ഒരു പ്രതിഫലനം നമ്മുടെ ഈ സെറ്റിലും ഒരു ഉണ്ണിക്കണ്ണനൊക്കെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഈ AR VR XR ടീം ഇവിടെ ഒരു ഉണ്ണിക്കണ്ണനെയൊക്കെ നമ്മുടെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഉണ്ണിക്കണ്ണന് മയിൽപ്പീലിയും വെണ്ണക്കുടവും ഓടക്കുഴലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ണിക്കണ്ണന്മാർ അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഞായറാഴ്ചയല്ലേ നല്ല കാഴ്ച കാണാം. ശോഭായാത്രയ്ക്ക് അല്പസമയത്തിനകം തുടക്കമാവുകയാണ്. നമ്മളപ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും പോകുന്നു. തിരുവനന്തപുരത്ത് പാളയത്ത് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ ആരംഭിക്കുന്ന ഇടത്ത് നമ്മുടെ സുനിഷ അയലൂർ തയ്യാറായി നിൽക്കുന്നുണ്ട്. തൊട്ടു പിന്നാലെ നമ്മുടെ അഷിൻ ഡിയാഗോയും റഹീസും അലിയും തുടങ്ങി എല്ലാവരും എത്തും. ഉണ്ണിക്കണ്ണന്മാർക്കൊപ്പം ഇന്ന് ആഘോഷമാക്കാൻ പോവുകയാണ് നമ്മൾ ഈ ഞായറാഴ്ച വൈകുന്നേരം. അപ്പോൾ നമുക്ക് തുടങ്ങാം. സുനിഷ അയലൂർ, ഗുഡ് ഈവനിങ്. ശ്രീകൃഷ്ണ ജയന്തിയുടെ ഏറ്റവും വർണ്ണാഭമായ കാഴ്ച ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഒക്കെ ഇങ്ങനെ നിരക്കുന്ന ആ ഒരു ശോഭായാത്രയാണ് തിരുവനന്തപുരത്ത്. അതിന്റെ ഒരു കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഭംഗിയുള്ള രീതിയിലായിരിക്കും ഈ കുഞ്ഞുങ്ങളൊക്കെ ഒരുങ്ങി വരിക. എന്തായി, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി? എല്ലാവരും എത്തിയോ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഘോഷയാത്രയ്ക്ക് ഇതാ തയ്യാറെടുക്കുകയാണ്. സുജയ പറഞ്ഞതുപോലെയാണ്, പറയുന്നതിനേക്കാൾ ഭംഗിയാണ് ഈ ദൃശ്യങ്ങൾ കാണാൻ എന്നുള്ളതാണ്. ഇങ്ങനെ മഞ്ഞപ്പട്ടുടുത്ത് ഓടക്കുഴലൊക്കെ ആയി ഇങ്ങനെ ഉണ്ണിക്കണ്ണന്മാരൊക്കെ ഇങ്ങനെ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി ഇവരുടെ ഘോഷയാത്രയാണ്. ഈ എല്ലാ ആളുകളും എത്തിയിട്ടുള്ളത് തിരുവനന്തപുരത്ത് ആഘോഷത്തിന്റെ ഭാഗമായി പാളയം ഗണപതി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും പുത്തിരിക്കണ്ടം മൈതാനത്തേക്കാണ് ഈ യാത്ര നടക്കുന്നത്. പക്ഷേ ഒരു 5 മണിയോടുകൂടിയായിരിക്കും പൂർണ്ണമായും എല്ലാ ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഒക്കെ എത്തുക എന്നുള്ളതാണ്. നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ സുന്ദരന്മാരായിട്ട് ഉണ്ണിക്കണ്ണന്മാരൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. ഘോഷയാത്രയ്ക്ക് ഒരുങ്ങിയതാണോ? ഒരുങ്ങിയോ? തയ്യാറായി കഴിഞ്ഞോ? ഓടക്കുഴലൊക്കെ ഉണ്ടോ? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഓടക്കുഴലൊക്കെ ഓടക്കുഴലുണ്ട്, കിരീടമുണ്ട്, അങ്ങനെ ഉണ്ണിക്കണ്ണന്മാരായിട്ടുണ്ട്. ഇനി ഘോഷയാത്രയ്ക്ക് പോവല്ലേ? എന്തൊക്കെയുണ്ട് കയ്യിൽ? ഓടക്കുഴലൊക്കെ ഉണ്ടല്ലേ? കൃഷ്ണന്മാര് മാത്രല്ല കേട്ടോ സുജയ, നമുക്കൊരു രാധാകുട്ടി കൂടി ഉണ്ട്. എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? ഇപ്പൊ കണ്ടിട്ട് ഒരുപാട് കൃഷ്ണന്മാരും ഒരുപാട് രാധമാരും ഉണ്ടല്ലേ? എങ്ങനെയുണ്ട്? സന്തോഷമായി? നല്ല രസമാണ്. സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കുട്ടികൾ ഇങ്ങനെ ഉണ്ണിക്കണ്ണന്മാരും കുഞ്ഞു മക്കൾ മുതൽ, സുജയ പറയേണ്ടത് ചെറിയ നേരത്തെ ഒരു കുഞ്ഞു വാവയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അതായത് വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ശോഭയാത്ര ഇവിടേക്ക് എത്തും. അതിനുശേഷം ഈ വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഒരു കൃഷ്ണനെ നമ്മളിവിടെ കാണുന്നുണ്ട്. സാധാരണയിൽ നിന്നൊക്കെ കുറെ വ്യത്യസ്തമായിട്ടുള്ള വേഷഭൂഷാദികളൊക്കെ ആയിട്ട് ഒരു കൃഷ്ണനെ കാണുന്നുണ്ടല്ലോ സുനിഷ. സുജ, അതാണ്, അതായത് കാലം മാറുന്നതിനനുസരിച്ച് മാറണമല്ലോ എന്നുള്ളത് നമുക്ക് ഈ കൃഷ്ണന്മാരിലും കാണാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല ആ രീതി, അതായത് ഒരു ന്യൂജൻ സ്റ്റൈലിലൊക്കെ നമ്മുടെ കൃഷ്ണന്മാരെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ കാലത്തിനനുസരിച്ച് കൃഷ്ണന്മാരുടെ ഈ ഒരുക്കങ്ങളിലെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. ഇനിയും കൂടുതൽ ആളുകൾ എത്തുമ്പോൾ ആ കാഴ്ചയൊക്കെ തന്നെയും നമ്മൾ എത്തിക്കും. ഇതാ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഓടക്കുഴലുണ്ട്. ഇനിയിപ്പോൾ പിടിച്ചാൽ കിട്ടാത്ത സ്ഥിതി, അതായത് ഒരാൾ അങ്ങോട്ട് ഓടുമ്പോൾ ഒരാൾ ഇങ്ങോട്ട് ഓടുമ്പോൾ ശോഭായാത്ര തുടങ്ങുമ്പോഴേക്കും സുനിഷയിലേക്ക് എത്താം. എല്ലായിടങ്ങളിലും നമ്മുടെ പ്രതിനിധികൾ തയ്യാറായി നിൽക്കുകയാണ്. അതാ നോക്കൂ, എന്ത് ഭംഗിയായിട്ടാണ് അവരെയൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണന്റെ പിറന്നാൾ ആഘോഷമാണ്. ആ പിറന്നാൾ ആഘോഷിക്കാൻ ഉണ്ണിക്കണ്ണന്മാരായി വേഷമിട്ട് ആളുകളൊക്കെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഒരുക്കി എത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൗൺ ഹാളിൽ നിന്നാണ് ഈ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത്. അലി അക്ബർ ഷാ ഉണ്ട്. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിങ്. വൈകുന്നേരം ഒരു വൃന്ദാവനത്തിൽ നിൽക്കുന്ന ഒരു പ്രതീതിയായോ? ഗുഡ് ഈവനിങ് സുജയ. എന്തായാലും വളരെ ഗുഡായ ഒരു ഈവനിങ് തന്നെയാണ്. ഈ ദൃശ്യങ്ങളിൽ കാണാം. എനിക്ക് ഒപ്പമുണ്ട് കൃഷ്ണനും രാധയും രണ്ടുപേരും. ഞാൻ കുറേ കൃഷ്ണന്മാരെ നേരത്തെ കണ്ടു, പക്ഷെ ഒരു രാധയെ കിട്ടാനില്ലായിരുന്നു. ഇപ്പോൾ രണ്ടുപേരെ എന്തായാലും ഒന്നിച്ച് കിട്ടിയിരിക്കുകയാണ്. പേരെങ്ങനെയാ? പേരെങ്ങനെയാ? അവനി. എത്രാമത്തെ തവണയാണ് പങ്കെടുക്കുന്നത്? എത്ര വയസ്സിലാണ് ആദ്യം വന്നത്? ജനിച്ച് 8 മാസമായപ്പോൾ തൊട്ട് ഇതാ ശ്രീകൃഷ്ണ ജയന്തിയിൽ വരുന്ന കൃഷ്ണനാണ് നമ്മളോടൊപ്പമുള്ളത്. രാധയുമുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് ഇന്നത്തെ ദിവസം ഏറ്റവും ഗംഭീരമായ ആഘോഷമായിരിക്കും അല്ലേ? അടിപൊളിയായിരിക്കും. അപ്പൊ ഗംഭീരമാവട്ടെ. യെസ്, ഇതാ രണ്ടുപേരെ ഒന്നിച്ചൊരു ഫ്രെയിമിൽ കണ്ടപ്പോൾ പിടിച്ചതാണ് സുജിയ. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പല സൈസിലുള്ള കൃഷ്ണന്മാരാണ്. കുഞ്ഞു കൃഷ്ണന്മാരുണ്ട്. 6 മാസം പ്രായമുള്ള കുഞ്ഞു കൃഷ്ണന്മാരെ തോളിലേറ്റി അമ്മമാർ വന്നിട്ടുണ്ട്. അവിടെ നിലത്തിരിക്കുന്നുണ്ട് കുറച്ച് നല്ല കുഞ്ഞു കൃഷ്ണന്മാർ, നല്ല സുന്ദരന്മാരായി അണിഞ്ഞൊരുങ്ങി വന്ന കൃഷ്ണന്മാർ. എല്ലാവരെയും പിടിച്ചിരുത്താൻ മാതാപിതാക്കളൊക്കെ പാടുപെടുകയാണ്. കുറെ നേരം കാത്തിരുന്നതിന്റെ ക്ഷീണമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ നിന്നും ഈ ഉദ്ഘാടന കർമ്മം നടക്കും. മേജർ രവിയാണ് ഉദ്ഘാടനം
ആരാധന നിർവഹിക്കുന്നത് ഒരു കുഞ്ഞു കൃഷ്ണത എന്തോ സങ്കടമെന്ന് കരയുന്നുണ്ട്. അങ്ങനെ ആകെ കളറാണ് ഇവിടുത്തെ കാഴ്ച. അല്പസമയത്തിനുള്ളിൽ ഇവിടെ കൃഷ്ണന്മാരാലും രാധമാരാലും നിറയും എന്നുള്ളതാണ്. ഇവിടെ നിന്നും ഈ ടൗൺ ഹാളിൽ നിന്നും അതുപോലെ അയ്യപ്പൻകാവിൽ നിന്നും ഉൾപ്പെടെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ശോഭായാത്ര ഒടുക്കം ജോസ് ജംഗ്ഷനിൽ സംഗമിക്കും. അവിടെ വെച്ചത് മഹാശോഭായാത്രയായി മാറി. പിന്നീട് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാണ് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം സമാപിക്കുന്നത്. അവിടെ എത്തുമ്പോഴേക്കും എറണാകുളം ഈ കൊച്ചിയുടെ ഈ ഭാഗമെല്ലാം തന്നെ ഏറ്റവും ഗംഭീരമായ ഒരു ആഘോഷത്തിന്റെ നിറപ്പകിട്ടിലേക്ക് കടക്കും. കുഞ്ഞു കുട്ടികളുടെ നിഷ്കളങ്കമായ മുഖങ്ങളാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. കൊണ്ടുപോകുന്ന ദൃശ്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. അതായത് മുട്ടിലിഴയുന്ന പ്രായം മുതലുള്ള കൃഷ്ണന്മാരും രാധമാരും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്ക് നേരെ പാളയം ഗണപതി ക്ഷേത്രത്തിന് അടുത്തേക്ക് പോകാം. റഹീസ് റഷീദ് അവിടെയുണ്ട്. റഹീസ് റഷീദ്, മതമൈത്രിയുടെ ഇടമായിട്ടാണ് എപ്പോഴും നമ്മൾ പാളയത്തെ തിരുവനന്തപുരത്ത് അടയാളപ്പെടുത്തി പറയുന്നത്. അവിടെ മസ്ജിദിനോട് തൊട്ടുചേർന്നിരിക്കുന്ന വിനായക ക്ഷേത്രം അതും ഒരു പ്രതീകമായി തന്നെ നിൽക്കുകയാണ്. അവിടെയും ഉണ്ണിക്കണ്ണന്മാരും രാധമാരും ഒക്കെ എത്തിക്കഴിഞ്ഞോ? സുജയ, അതാണ് ഈ പാളയത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു നമ്മുടെ റിയൽ കേരള സ്റ്റോറിയുടെ ഒരു സ്ഥലമാണ്. മതസൗഹാർദ്ദത്തിന്റെ ഒരു കേന്ദ്രമാണ്. നമ്മൾ ഈ നിൽക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിനായക ക്ഷേത്രത്തിന് മുമ്പിലാണ്. ആ ക്ഷേത്രത്തിന്റെ ഫ്രെയിമിൽ തന്നെ കാണാം മസ്ജിദിന്റെ, പാളയം ജുമാ മസ്ജിദിന്റെ മിനാരം ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നത്. അവിടെ നിന്ന് ക്യാമറ ചെറിയ തോതിലൊന്ന് പാൻ ചെയ്താൽ കാണാം ഇവിടെ പാളയത്തെ ക്രിസ്ത്യൻ ദേവാലയം. അവിടെ ക്രിസ്തു താഴത്തേക്ക് നോക്കി ആളുകളെ ആശീർവദിച്ച് നിൽക്കുന്ന ഒരു ചിത്രം. അത് തിരുവനന്തപുരത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് പാളയം. ആ പാളയത്ത് നിന്നാണ് ഇത്തവണ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ തുടങ്ങുക. ഇവിടെ കുട്ടികളൊക്കെ റെഡിയായി. വലിയൊരു കുട്ടി. ഓക്കെ, റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുങ്ങളിലേക്ക് പോകുന്നതിനിടയിൽ ഒന്ന് കട്ടായതാണ്. നമുക്ക് ഒന്ന് വടക്കേ അറ്റത്തേക്ക് പോകാം. തെക്ക് മാത്രമല്ലല്ലോ ആഘോഷം.